ആ കാര്യം കൂടെ ബന്ധപ്പെട്ടവരൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. നമസ്കാരം. ഇൻഫോർടൈൻമെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ഇൻഫർമേഷൻ സെക്ഷനാണ്. നമുക്ക് ഇന്നൊരു ഇൻഫർമേഷൻ കാറ്റഗറിയിലുള്ള ഒരു വീഡിയോ കണ്ടാലോ? നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് KSRTC-യിലാണെങ്കിൽ അത് എപ്പോഴും വരുമെന്ന് ദൈവത്തിന് പോലും അറിയില്ല. പക്ഷെ അത് എവിടെയായി എപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? അപ്പൊ നമുക്ക് അതിനനുസരിച്ച് റെഡിയാൽ പോരെ? ഇത് സ്വപ്നമല്ലേ, യാഥാർത്ഥ്യമാണ്. അപ്പൊ നമുക്കത് നോക്കിയാലോ? നമ്മളെല്ലാം നിരന്തരം യാത്ര ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ട്രെയിൻ മാർഗം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിന്റെ ലൊക്കേഷനും ടൈമും ഒക്കെ മനസ്സിലാക്കാൻ നമുക്കറിയാം. വളരെ ഈസി ആയിട്ട് നമ്മൾ പലപ്പോഴും അത് ചെയ്യാറുണ്ട്. പണ്ടൊക്കെ യാത്ര പോകുമ്പോൾ നമ്മൾ സ്വപ്നത്തിലാണെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ പോകുന്ന വാഹനം എവിടെയായെന്ന് അറിയാൻ കഴിയുമായിരുന്നു എങ്കിൽ, അത് ഏത് സമയത്ത് നമ്മളുടെ സ്ഥലത്ത് എത്തുമെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ. പക്ഷേ ഇന്നതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു ബസ്സാണെങ്കിൽ പോലും അത് എപ്പോൾ നമ്മുടെ സ്ഥലത്ത് എത്തുമെന്നും അത് എവിടെയായെന്നും അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നും നമുക്ക് കൃത്യമായി ട്രേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ എത്ര പേര് ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇവിടെ ബസ് ട്രാക്കിംഗ് സംവിധാനം റെയിൽവേ ട്രാക്കിങ്ങിനെ അപേക്ഷിച്ച് കുറച്ച് ഡിഫറൻ്റ് ആണ്. റെയിൽവേ ട്രാക്കിങ്ങിൽ ട്രെയിനിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് ട്രെയിൻ ട്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ 2 സ്റ്റേഷനുകൾക്ക് ഇടയിലുള്ള ട്രെയിനുകളെ നമുക്ക് ട്രാക്ക് ചെയ്യാം. അതിൻ്റെ ലൊക്കേഷൻ, അത് ഏത് സമയത്ത് എത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ബസ് ട്രാക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ കുറച്ചും കൂടെ ഡിഫറൻ്റ് ആണെങ്കിൽ പോലും അതും വളരെ സിമ്പിളായിട്ട് തന്നെ, വളരെ ഈസി ആയിട്ട് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിവിടെ വാഹനത്തിനെ ട്രാക്ക് ചെയ്യാനും ഏത് ടൈപ്പ്, ഏത് തരത്തിൽപ്പെടുന്ന വാഹനമാണെന്ന് മനസ്സിലാക്കാനും അതിപ്പോൾ എവിടെയെന്നും നമ്മുടെ സ്റ്റോപ്പിൽ എപ്പോൾ എത്തുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. KSRTC ബസ് ട്രാക്കിംഗ് സംവിധാനം ഉണ്ടെന്ന് അറിയാമെങ്കിൽ തന്നെയും അത് പലപ്പോഴും അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബന്ധപ്പെട്ട KSRTC ഉദ്യോഗസ്ഥരിൽ നിന്നൊന്നും അത് കൃത്യമായിട്ട് അവർക്ക് ഒരുപക്ഷെ അറിയാൻ മേലാഞ്ഞിട്ടാവാം കൃത്യമായിട്ട് അറിയാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ അത് റെയിൽവേ ട്രാക്കിംഗ് സിസ്റ്റത്തിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കിംഗ് സിസ്റ്റമാണ് KSRTCക്ക് ഉള്ളത്. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണത്. ഒന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ബസ്സുകളുടെ ലൊക്കേഷനും ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മളുടെ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. ബസ് ട്രാക്കിങ്ങിനെ കുറിച്ച് പലപ്പോഴും പല ജീവനക്കാരോടും ചോദിച്ചുവെങ്കിൽ പോലും കോട്ടയം ഡിപ്പോയിലെ ജോബ് സാറിനോട് ഒരു പരിധിവരെ അതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമായിട്ട് ഇതിന് വേണ്ടുന്നത് ചലോ ആപ്ലിക്കേഷനാണ്. ചലോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ലൊക്കേഷൻ്റെ ഒരു മാപ്പ് കിട്ടുന്നുണ്ട്. ആ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ലൊക്കേഷനുള്ള പെർമിഷൻ കൊടുക്കണം. ലൊക്കേഷൻ്റെ പെർമിഷൻ കൊടുക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് ആ മാപ്പ് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്ന് എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ, ട്രഡീഷണൽ, ടെക്നോളജിക്കലും ആയിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണും എനേബിൾ ചെയ്യുമല്ലോ. മുൻപ് നമ്മൾ നോക്കിയ ലൊക്കേഷൻ ആയിരിക്കും കാണിക്കുന്നത്. ലൊക്കേഷനുള്ള പെർമിഷൻ കൊടുത്തു കഴിയുമ്പോൾ നിലവിലുള്ള ലൊക്കേഷനിലേക്ക് നമ്മളെ മാപ്പ് കൊണ്ടുപോകും. അവിടെയുള്ള KSRTC ബസ്സുകളാണ് ഇവിടെ കാണിക്കുന്നത്. എവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആ ബസ്സിൻ്റെ ബ്ലൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഏത് കാറ്റഗറിപ്പെടുന്ന ബസ്സാണ്, ഫാസ്റ്റ് ആണോ, ഓർഡിനറി ആണോ, അതുപോലെ തന്നെ ആ ബസ് ഏത് ലൊക്കേഷനിലെത്തി, അതിൻ്റെ ടൈം ഷെഡ്യൂള്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തുടർന്ന് നമുക്ക് വേണ്ടുന്ന ഒരു ലൊക്കേഷനിൽ നമുക്ക് വേണ്ടുന്ന ഒരു പ്രദേശത്ത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റുമാനൂർ റൂട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആ റൂട്ടിലുള്ള ബസ്സുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇങ്ങനെ ലൊക്കേഷൻ മൂവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ലൊക്കേഷൻ നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ റൂട്ടിലുള്ള ബസ്സുകൾ, ആ റൂട്ടിൽ കൂടെ പോകുന്ന ബസ്സുകൾ എവിടെ നിന്ന് എങ്ങോട്ടുള്ള ബസ്സുകളാണ് എന്നുള്ളതാണ് എഴുതി കാണിക്കുന്നത്. ആ ബസ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഏറ്റുമാനൂർ ഭാഗത്തു നിന്നുള്ള ബസ്സുകളാണ് നിങ്ങൾ കാണുന്നത്.
തുടർന്ന് നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ഭാഗത്ത് പ്രത്യേകിച്ച് തൃശ്ശൂർ സ്റ്റാൻഡിൽ ഉള്ള ബസ്സുകളുടെ അവൈലബിലിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ ബസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബസ്സിൻ്റെ നെയിം ബോർഡാണ് കാണിക്കുന്നത്. എവിടെ നിന്ന് എങ്ങോട്ടാണ് എന്നുള്ള ബസ് എന്നുള്ളതാണ് സ്റ്റാർട്ടിങ് ടു എൻഡിങ് പോയിന്റ് ആണ് കാണിക്കുന്നത്. അപ്പം ആ ബോർഡിൽ അല്ലെങ്കിൽ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബസ്സിൻ്റെ നേച്ചറും അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്രകാരം ഏത് ഭാഗത്തും ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ബസ്സുകളുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, GPS ഉള്ള ടിക്കറ്റ് മെഷീൻ ഓൺ ആയിരിക്കണം. ദീർഘദൂരം യാത്രകൾക്കിടയിൽ ടിക്കറ്റ് മെഷീനൊക്കെ ഓഫാക്കി വെക്കുന്ന ബസ്സുകളുടെ ഡേറ്റ ഇവിടെ ലഭിക്കാൻ സാധ്യതയില്ല. അപ്പം ആ കാര്യം കൂടെ ബന്ധപ്പെട്ടവരൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. ഇതൊരു ചെറിയ ഇൻഫർമേഷനാണ്, ഒരു പരിധിവരെ പലർക്കും അറിയാവുന്നതായിരിക്കാം. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തവരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വീഡിയോ സെക്ഷനാണിത്. അപ്പോൾ എഡ്യൂക്കേഷനും സ്കോളർഷിപ്പിനോടും ടെക്നോളജിയോടും ഒക്കെ ഒപ്പം തന്നെ നമ്മൾ ഇതുപോലെ ഫലപ്രദമായിട്ടുള്ള ഉപയോഗപ്രദമായിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളും ഈ ചാനലിൽ ചെയ്യുന്നതാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.